ജനങ്ങളുടെ ആരോഗ്യം തകരുന്നു, സാമ്പത്തിക അവസ്ഥകൾ തകരുന്നു, ജോലി മുട്ടുന്നു. എല്ലാ തരത്തിലും ജനം അറിയാതെ നട്ടം തിരിഞ്ഞ് വീടുകളിൽ ഇങ്ങനെ കഴിയുകയാണ്. കർത്താവേ, മനസ്സിടിഞ്ഞു പോയവരുണ്ട് ഈ സമയത്ത്. പരിശുദ്ധമേ, കണ്ണീരിൻ്റെ ഈ കാലം കടന്നു പോകാൻ ഞങ്ങൾ അതിജീവിക്കാനുള്ള ഞങ്ങൾ കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും ഈ ദിവസം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ലോകം മുഴുവനുള്ള ധ്യാന കേന്ദ്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളും ആരാധനകളുടെയും ജപമാലയുടെയും ശക്തിയാൽ കർത്താവെ, ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യരെയും, എല്ലാ ജാതി മതസ്ഥരെയും, എല്ലാ ജീവജാലങ്ങളെയും കർത്താവെ നീ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയും സമാധാനത്തോടെ കർത്താവെ, അതാത് കാലങ്ങളിൽ പ്രത്യേകമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്, അല്ലാത്ത കാരണങ്ങളുണ്ടാവും. കേസും പല നടപടികളും കോടതി നടപടികളെല്ലാം അഭിമുഖീകരിക്കുന്നുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങളിൽ കർത്താവെ, കടങ്ങൾ തരാൻ എന്നൊക്കെ പറഞ്ഞ് ഡേറ്റൊക്കെ പറയുമെങ്കിലും അത് കൊടുക്കാനുള്ള മാർഗം കാണാതെ നട്ടം തിരിഞ്ഞ് മനസ്സ് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവെ, ഒരു തൻ്റെയോടും ഇല്ലാത്തവരുണ്ട് ഈശോയെ. എങ്ങനെ ആരുമില്ല, സഹായിക്കാനുമില്ല, മനസ്സിനും ധൈര്യമില്ലാതെ വേദനിക്കുന്നവരെ ഉണ്ട് കർത്താവെ. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് കണ്ണുനീരോടെ ഓർക്കുകയാണ്. കർത്താവെ, അങ്ങ് ശക്തിപ്പെടുത്തണം. അമ്മേ, കാലിടറാതെ നെഞ്ചുറപ്പോടുകൂടി കുരിശിൻ്റെ ചുവട്ടിൽ നിന്നവളാണമ്മ. അമ്മയുടെ ശക്തി ആവേശം ഈ മക്കളിലേക്ക് ആവശ്യിക്കണം ഇപ്പോഴും. കർത്താവെ, മുടി കൊഴിഞ്ഞു പോണവരെ അങ്ങേ നിമിഷം കാണിച്ചു തരുന്നുണ്ട്. തൊഴിൽ പൊളിഞ്ഞു പോകുന്നവരെ അങ്ങേ നിമിഷം കാണിച്ചു തരുന്നുണ്ട്. ആ രോഗികളുടെ മേലെല്ലാം വിശുദ്ധമായ രക്തം തളിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞരമ്പ് പിടച്ചവരെ, അങ്ങ് പിടച്ചു പോകുന്നവരെ, ഞരമ്പ് ബ്ലോക്കായവരെയും വാൽവ് ലീക്കായവരെയും വാൽവ് ബ്ലോക്കായവരെയും തലയിലും ഹൃദയത്തിലും അങ്ങ് കാണിച്ചു തരുന്നുണ്ട്. അവരെയെല്ലാം സ്പർശിക്കണം. ഈശോ, അങ്ങനെ തിരുമുറുപാടുന്ന വലതുകരം, അപ്പം വർദ്ധിപ്പിച്ച വലതുകരം, കാറ്റ്മയും കടലിനെ ശാസിച്ച ആ ഉയർത്തിയ വലതുകരം ഞങ്ങളുടെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് കർത്താവെ, ജീവിത അന്തരീക്ഷത്തിലേക്ക് കർത്താവെ ഉയർത്തണമേ. ലോകം മുഴുവനും കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ കാർമ്മികങ്ങളുടെ മേൽ കർത്താവെ, കാലാതീതനായ കർത്താവിൻ്റെ കർത്താർന്ന കരങ്ങൾ ഉയർത്തപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മഴ പെയ്യുന്ന കാലമാണ് കർത്താവെ, അത് ദുരന്തമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാം കർത്താവ് കാറ്റടിക്കുന്നു, എവിടെയെല്ലാം കർത്താവ് അത് നിന്റെ നിശ്വാസമായി മാറട്ടെ. എവിടെയെല്ലാം മഴ പെയ്യുന്നു, അത് നിന്റെ ദിവ്യരക്തമായി മാറട്ടെ. എവിടെയെല്ലാം ഒഴുകി വരുന്നു, അത് കാലുവെല്ലാം ഒഴുക്ക് ബാധിക്കുന്നു. കര കവിഞ്ഞൊഴുകുന്നു, അതുപോലെ തന്നെ സമുദ്രം, അതുപോലെ തന്നെ നദികൾ കരകവിഞ്ഞൊഴുകുന്നു. അതെല്ലാം നിന്റെ തിരുരക്തമായി മാറട്ടെ. എവിടെയെല്ലാം സൗഖ്യവും അവിടെയെല്ലാം ശക്തിയും മനുഷ്യരാശിയും ജനരാശിയും ജീവിതരാശിയും ജീവരാശിയും യേശുക്രിസ്തുവിൻ സത്യം നിറയപ്പെടട്ടെ. ഇപ്പോൾ പ്രത്യേകമായ വിഷമം അനുഭവിക്കുന്ന മക്കളുണ്ട് ഈശോയെ. പരീക്ഷ പാസ്സാകാത്തവരുണ്ട്, മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ളവരുണ്ട് കർത്താവെ. അവരെ എവിടുന്ന് അഡ്മിഷൻ കിട്ടും, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ മാതാപിതാക്കന്മാരും ചങ്കുപിടിഞ്ഞ് പ്രാർത്ഥിക്കണം കർത്താവെ. അവിടെ മേലെല്ലാം നിന്റെ വലിയ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈശോ, നിന്റെ വിശുദ്ധമായ രക്തം ഓരോ ശരീരത്തിലും കർത്താവെ അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ച കുറഞ്ഞുള്ളവരുണ്ട്, മുക്കിന് മണം അറിയിക്കാത്തവരുണ്ട്, ചെവിക്ക് കേൾവി കുറഞ്ഞു പോയവരുണ്ട് കർത്താവെ. അവിടെ എല്ലാം കർത്താവെ എപ്പാത്ത തുറക്കപ്പെടുന്ന അള്ളി ചെയ്ത് കർത്താവ് ചേട്ടനെ ചെവി തുറന്ന അതേ പരിശുദ്ധാത്മാവിന് ശക്തിയാൽ യേശുക്രിസ്തുവിന് നാമം സ്പർശിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന് വലിയ ശക്തി ഈ നിമിഷം കർത്താവ് ഓരോ മക്കളിലേക്ക് ആവശ്യിക്കണം. കർത്താവ്, ഇപ്പോഴങ്ങ് കാണിച്ചു തരുന്ന വിവാഹ പ്രായമെത്തിയ മക്കളെ, പക്ഷേ ജീവിത പങ്കെ കണ്ടെത്താത്ത മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള പണമില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വസ്തു വഴകൾ വീടുകൾ എല്ലാം പണയത്തിൽ അകപ്പെട്ടു പോയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് പ്രൊമോഷൻ കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ശമ്പളം കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ എന്ത് മറുപടി പറയും, ആരോട് പറയും, എങ്ങനെ ജീവിക്കും കർത്താവെ? മരിക്കണവരെ മനുഷ്യന് ജീവിക്കണമല്ല കർത്താവെ. എന്താണ് വഴിയെന്നറിയാൻ വരാതെ നഷ്ടം തിരിയുന്ന മക്കൾ കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായവനെ കർത്താവെ, നിന്റെ വലത് കരം കർത്താവെ, കടലിനെ ശാസിച്ച വലത് കരം കർത്താവെ, ഈ നിമിഷം കർത്താവ് ചെങ്കടലിനെ പിളർത്തിയ നിന്റെ വലത് കരം കർത്താവെ, മരുഭൂമിയിലൂടെ നയിച്ച നിന്റെ വലത് കരം കർത്താവെ, ജോർദാനെ പിളർത്തിയ വലത് കരം കർത്താവെ, എരിക്ക് തച്ചുടച്ച നിന്റെ വലത് കരം കർത്താവെ ഇപ്പോൾ ഉയർത്തണമേ. കൃപാസനം ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമൻ ദൈവമാതാവെ, നീല മേലേക്ക് സംരക്ഷിക്കപ്പെടണമേ. കനായിലെ കല്യാണ കുടുംബത്തെ കടന്നു എന്നുകൊണ്ട് ആ കുടുംബത്തിന്റെ അപമാനകരമായ പ്രതിസന്ധി പരിഹരിച്ച പോലെ അമ്മയെ കുടുംബത്തിന്റെ ഓരോ പ്രതിസന്ധികളെയും, തകർന്നുപോയ കുടുംബങ്ങൾ, വിവാഹമോചനം ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ, വിവാഹത്തിന് കേസ് കൊടുത്തിരിക്കുന്ന കുടുംബങ്ങൾ,
അങ്ങനെ വ്യത്യസ്തങ്ങളായ കേസുകളും വാക്കാളങ്ങളും കർത്താവ് വിഷമിക്കുന്ന കുടുംബങ്ങളുമെല്ലാം കർത്താവിന് കരുണ ചൊരിയട്ടെ. സാമ്പത്തിക തകർച്ചകളെ മക്കളില്ലാത്തവരുടെ മേലെ കർത്താവിന് കൃപ ചൊരിയട്ടെ. കർത്താവിൻ്റെ വലിയ കരുണ ചൊരിയട്ടെ. കർത്താവ് ജീവിതമാർഗം മുട്ടിയവരെ എന്ത് എടുത്തിട്ട് ജീവിക്കും, എങ്ങനെ ജീവിക്കും കർത്താവ് എന്നറിയാൻ പാടില്ലാതെ ഒരു വഴിയും പരഗതിയും കിട്ടാതെ വിഷമിക്കുന്ന മക്കളുടെ മേൽ കർത്താവ് സമുദ്രത്തിൽ വഴിവെട്ടിയ കർത്താവിന് കൃപയാൽ എല്ലാ മക്കൾക്കും വഴി തെളിച്ചവരെ പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ നിന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. സ്വർഗത്തിലേക്ക് ഉയർന്ന കുരിശ്, കർത്താവിൻ്റെ കുരിശ് ഒരു പ്രാർത്ഥനയായി മനുഷ്യരാശിക്ക് ദൈവത്തിൻ്റെ അടയാളമായി പരപിതാവിന് അനുഗ്രഹമായി ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന മുഴുവൻ മക്കൾ യേശുവിൻ്റെ നാമത്തിൽ, ഇത് കഴിഞ്ഞത് കൂടുന്ന ശുശ്രൂഷയ്ക്ക് പങ്കുവരുന്ന എല്ലാ മക്കളും യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി സുഖപ്പെടുകയും പരിപൂർണമായ സമാധാനം അനുഭവിക്കുകയും ചെയ്യട്ടെ. Lord, infuse your spirit. Lord, infuse your spirit of power and grace, and with the authority of the Catholic Church, the power of Jesus Christ, with the merit of some holy priesthood, I bless and hallow you. So you shall have grace and peace and power. Thank you, Jesus. We praise you, Jesus. We love you, Jesus.